രാഷ്ട്രീയ കലാ സാംസ്കാരിക ആധ്യാത്മിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന ഡി അശ്വിനി ദേവിന്റെ ഒന്നാം ചരമവാർഷികം കായംകുളം പൗരവേദിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ബിജെപി മുൻ സംസ്ഥാന സമിതി അംഗം വി രാജേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. അനുസ്മരണത്തോടനുബന്ധിച്ച് നിർധനർക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണവും കിടപ്പ് രോഗികൾക്ക് ചികിത്സാ സഹായ വിതരണവും നടത്തി. രാഷ്ട്രീയ കലാസാഹിത്യ സാംസ്കാരിക ആധ്യാത്മിക രംഗങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഡി അശ്വിനി ദേവിന്റെ ഒന്നാം ചരമവാർഷിക ദിനം കായംകുളം പൗരവേദിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. അനുസ്മരണ സമ്മേളനം ബിജെപി മുൻ സംസ്ഥാന സമിതി അംഗം വി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഈ പരിപാടിയിൽ ആദ്യമായി ഇതിന്റെ ഉദ്ഘാടകനായി എന്നെ ക്ഷണിച്ചതിൽ വളരെയേറെ നന്ദി ഞാൻ പ്രകാശിപ്പിക്കുന്നു. കാരണം അശ്വിനി ദേവ് എന്ന് പറയുന്നത് ആ പേര് എന്നെ എന്നും വളരെയേറെ സന്തോഷഭരിതനും ആവേശഭരിതനും ആക്കിയിട്ടുള്ള ഒരു വാക്കാണ് അശ്വിനി ദേവിൻ്റെ ആ നാമം. കാരണം അശ്വിനി ദേവും ഞാനുമായിട്ടുള്ള ബന്ധം അത് അങ്ങേറ്റം വാക്കുകൾക്ക് അതീതമാണ്. എൻ്റെ MSN കോളേജിലെ വിദ്യാഭ്യാസ കാലം, ആ കാലത്ത് BJP രൂപീകരിച്ചത് 1980 ഏപ്രിൽ 6-ാം തീയതി ഡൽഹിയിലെ തർക്കത്തോറ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് BJP രൂപീകരിച്ചത്. ഞാനൊക്കെ അതിനു മുമ്പ് സംഘപരിവാർ പ്രസ്ഥാനങ്ങളും RSSലും ഭാരതീയ ജനസംഘത്തിലും ഒക്കെ പ്രവർത്തിച്ച് ആലപ്പുഴയിൽ നിന്ന് കായംകുളത്ത് വന്ന് MSN കോളേജിൽ പഠിക്കുന്ന കാലമാണ്. BJPയുടെ ഒന്നാമത്തെ ദേശീയ സമ്മേളനം ബോംബെയിൽ നടത്താൻ തീരുമാനിച്ചു. 1980 ഡിസംബർ 29, 30 തീയതികളിൽ. അപ്പോൾ അന്ന് എൻ്റെ പ്രായം നിങ്ങൾക്കറിയാം, ഇന്നേക്ക് തന്നെ 40-44 വർഷം മുമ്പാണ്. ആ പരിപാടിയിൽ പോകണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി. ഞാൻ 300 രൂപ കടം വാങ്ങി ഒരു റിസർവേഷൻ ഇല്ലാത്ത ടിക്കറ്റ് എടുത്ത് കായംകുളത്ത് നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിനിൽ കയറി ബോംബെയിൽ ആ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് വന്നു. ഇവിടെ ഉണ്ടായിരുന്ന ശശി കാവിൽ എന്ന് പറഞ്ഞ അമ്പലത്തിനോട് ഒറ്റക്കാവിൽ ഭഗവതി ക്ഷേത്രത്തിനോടുള്ള ശശി ആയിരുന്നു എന്നെ ഒരു പച്ച നിറമുള്ള ഹീറോ സൈക്കിളിൽ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചത്. ആദർശാധിഷ്ഠിത പൊതുപ്രവർത്തനത്തിന്റെ സമുജ്വല മാതൃകയായിരുന്നു ഡി അശ്വിനിദേവ് എന്ന് രാജേന്ദ്രൻ അനുസ്മരിച്ചു. അനുസ്മരണത്തോടനുബന്ധിച്ച് നിർധനർക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം, കിടപ്പ് രോഗികൾക്ക് ചികിത്സാ സഹായ വിതരണം എന്നിവയും നടത്തി. കായംകുളം നഗരസഭ 34-ാം വാർഡ് കൗൺസിലർ ടി രഞ്ജിതം അധ്യക്ഷത വഹിച്ചു. അശ്വിനിദേവിൻ്റെ ഒന്നാം ചരമവാർഷികം പെട്ടെന്ന് വന്ന പോലെയാണ് തോന്നിയത്. ഞങ്ങളുടെ കൂടെ ഇരുന്നിട്ട് ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ട് എരിവയിലോട്ട് പോകുന്നത് ഞങ്ങളെല്ലാവരും കണ്ടതാണ്. വൈകിട്ട് അറിയുന്നത് അദ്ദേഹം ആക്സിഡൻറ്റിൽ പെട്ടുവെന്നാണ്. വളരെ വേദനയോടെയാണ് ഞങ്ങളത് കേട്ടത്. ഞങ്ങളുടെ ചെയർപേഴ്സണും മറ്റ് പുരുഷ കൗൺസിലർമാരും എല്ലാം ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തുകയും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തിൽ BJPയുടെ സംസ്ഥാന തലം വരെ എത്തിയ വ്യക്തിയാണ് അശ്വിനിദേവ്. വിദ്യാഭ്യാസം കൊണ്ടും കുടുംബ മഹിമ കൊണ്ടും പ്രഗത്ഭനായിരുന്നു നമ്മുടെ അശ്വിനിദേവ്. ഞാനുമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ രാഷ്ട്രീയമായിട്ടുണ്ടായിട്ടുണ്ടെങ്കിലും ഞങ്ങൾ തങ്ങളിൽ കൗൺസിലിൽ വന്നു കഴിഞ്ഞപ്പം എന്നെ ബഹുമാനിക്കുകയും ഞങ്ങളിൽ സംസാരിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. വിശ്വപ്രകാശം ശ്രീനാരായണ ഗുരു ദാർശനിക മാസികയുടെ പത്രാധിപർ S. വിജയാനന്ദ് മുഖ്യപ്രഭാഷണം നടത്തി. സഹിദാർ ജുമാ മസ്ജിദ് ചീഫ് ഇമാം താജുദ്ദീൻ ബാക്കഫി, ശബരിമല അയ്യപ്പ പദയാത്ര സംഘം ഗുരുസ്വാമി SR ഹരിഹരൻ, സ്മൃതി രക്ഷാധികാരി സുധൻ, PR അനിൽകുമാർ, ഷൈനി സജി, ജയറാം എന്നിവർ സംസാരിച്ചു. മുട്ടേൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പ്രസിഡന്റ് രാജേന്ദ്രൻ കൃതജ്ഞത പറഞ്ഞു. CDNet ന്യൂസ് കായംകുളം.